കെ മധു ചേരുന്നുണ്ട്. കെ മധു, അവിടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ, കർണാടക സർക്കാരുമായിട്ടൊക്കെ കുറേ തർക്കങ്ങളും അധികൃതരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്നും എത്തിയ എല്ലാ രക്ഷാപ്രവർത്തകരെയും മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഇവരൊക്കെ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ടോ? അവരൊക്കെ മടങ്ങിപ്പോയോ? എന്താണ് അവസ്ഥ? മോത്തി, അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം കരസേനയും നാവികസേനയും സുസജ്ജമായി രംഗത്തെത്തിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നത് അവരാഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്ത് എത്രത്തോളം യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനാവും, ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് മനുഷ്യനേക്കാൾ നല്ലത് ഇനി തീർച്ചയായും യന്ത്ര സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള അധികം ആളുകൾ വേണ്ട, അനാവശ്യം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർ തിരിച്ചു പോയിക്കൊള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം വച്ചത് അതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവർ സ്വാഭാവികമായും ഇന്നുകൂടി നിൽക്കും, അതിനുശേഷം പരമാവധി ഒരു ദിവസം കൂടി നോക്കിയതിനു ശേഷം തിരിച്ചു പോകാം എന്ന വിധത്തിലാണുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കൃത്യമായി ഈ ഇരു സേനാ വിഭാഗങ്ങളും ചേർന്ന് പരിശോധന നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ NH-66 എന്ന ഈ പ്രദേശത്ത് ലാറ്ററൈറ്റ് ആണ് ഒരു വശത്ത്. അത്തരത്തിലുള്ള വലിയ നമ്മുടെ ഏതാണ്ട് മൂന്നാർ ഗാപ്പ് റോഡിന് സമാനമായ വിധത്തിൽ കുത്തനെ ചെത്തിപ്പടുത്ത ഒരു പാതയിലേക്ക് വളരെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് മണ്ണ് ഇടിഞ്ഞു വീഴുന്നു. അതിനൊപ്പം കണക്കാക്കാനാവാത്തത്ര അളവിൽ വെള്ളം കൂടി ഉൾപ്പെടുന്നു. ഈ ഗംഗാവലി എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിൽ ഹുബ്ലി ധാർവാഡിൽ നിന്ന് തുടങ്ങുന്ന ഈ നദി നിരവധി പോഷക നദികൾ വന്ന് ചേർന്ന് കുത്തിയൊലിച്ചൊഴുകുന്നു ഈ മഴക്കാലത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇടിഞ്ഞെത്തുന്ന ഒരു വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലിന് സമാനമായ വിധത്തിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ലോറിയുടെ ഒക്കെ പ്രത്യേകതകളൊക്കെ പറയുമ്പോഴും നിൽക്കുന്ന ഈ മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങളെ പിഴുതെറിയാൻ അത്ര ശക്തിയിൽ വന്ന് വീഴുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എത്രത്തോളം എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് എത്രത്തോളം കണ്ടെത്താനാവും എന്ന വിധത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മനുഷ്യസാധ്യമായതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകരും ചെയ്യുന്നത്. ആദ്യം റോഡിന്റെ ഈ പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശത്തെ മണ്ണാണ് ആദ്യം മാറ്റിയത്. അവിടെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ ആ മണ്ണ് മാറ്റിയിട്ട പ്രദേശത്ത്, നദിയോട് ചേർന്നുള്ള പ്രദേശത്ത്, അവിടെ സിഗ്നൽ ലഭിച്ചുവെന്ന് പറയുന്ന പ്രദേശത്ത് ഒരിക്കൽ കൂടി പരിശോധന നടത്തുന്നു. അവിടെ പരിശോധന നടത്തണമെങ്കിൽ ഇപ്പോൾ പെയ്ത മഴയിൽ പോലും ഓരോ മഴ പെയ്യുമ്പോഴും കൂടുതൽ വെള്ളം ആർത്തലച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അതുകൂടി ആ ഒഴുക്കിനെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ പുഴയിലിറങ്ങി എന്തെങ്കിലും ചെയ്യാനാവൂ. അതിനനുസരിച്ച് അവിടെ മനുഷ്യനേക്കാൾ നല്ലത് തീർച്ചയായും യന്ത്രങ്ങൾ തന്നെയാണ്. ആ വിധത്തിലാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കരസേനയും നാവികസേനയും പരിശോധന തുടരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 അടിയൊക്കെ താഴ്ചയിൽ എന്ന് പറയുമ്പോൾ മോത്തി, അത് ഒറ്റയടിക്ക് അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താനാവില്ല. പല തവണകളായി ഓരോ തവണയും ഈ മണ്ണുമാന്തി ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി ഒലിപ്പിച്ച് കളഞ്ഞ് വീണ്ടും പരിശോധിക്കുന്നു. വീണ്ടും അവിടെ എന്തെങ്കിലും ഒരു വട്ടം കൂടി അവിടെ ലോറിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തുന്നു. ആ വിധത്തിലാണ് കുറെ കൂടി ഏകോപിതമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മേഖല മുഴുവൻ അരിച്ചു പെറുക്കുന്നു. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കരസേനാ വിഭാഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. നാവികസേനയുടെ വിഭാഗങ്ങളുണ്ട്, ദുരന്ത നിവാരണ സേനയും രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്നതിനപ്പുറത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, കടുത്ത വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലിൽ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർ, രാവിലെ കളക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ പോലും ഇനിയൊരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ എത്രത്തോളം അപകടകരമാണത്, അവിടെ നിൽക്കുന്ന മനുഷ്യ ജീവനുകൾക്ക് എത്രത്തോളം അപകടകരമാണ് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള വിധത്തിൽ മാത്രമേ
നടത്തുന്നുള്ളൂ. ആ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. അതിനനുസരിച്ചുകൊണ്ട് മാത്രമാണ് ആളുകളെ മാറ്റുന്നത്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളില്ല എന്നാണ് ഇന്ന് കേരളത്തിൽ നിന്നെത്തിയ MLA-മാരോടും കളക്ടർ പറഞ്ഞത്. MLA-മാർ അവിടെ പോയി കണ്ട് നമ്മളോട് തിരിച്ചു എന്ന് പറഞ്ഞതും ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. എന്തായാലും മഴ വീണ്ടും കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ വീശിയടിച്ച് പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. അതുതന്നെയാണ് ഈ ഓരോ പ്രവർത്തനത്തിനും തടസ്സമാകുന്നത് ഈ കാലാവസ്ഥയാണ്. ഉത്തരകാൻഡ്ര മേഖലയിൽ കടുത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ ഒരു മഴ നിരന്തരം നിർത്താതെ കഴിഞ്ഞ 8-10 ദിവസമായി പെയ്യുമ്പോൾ അത് ഇതിനകം തന്നെ ദുർബലമായി കിടക്കുന്ന, വളരെ ഫ്രജൈലായി കിടക്കുന്ന ഈ പരിസ്ഥിതി മേഖലയെ, അത്ര അതീവലോലമായ ഒരു പരിസ്ഥിതി മേഖലയെ എത്രത്തോളം അപകടകരമായി ബാധിക്കും, അത് ഇനിയും സമാനമായ വിധത്തിൽ മറ്റൊരു മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നുള്ള ആശങ്കകളെല്ലാം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ NH 66 ഈ മേഖലയിൽ ഇപ്പോൾ ഗതാഗതവും നിയന്ത്രിച്ചിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുക തന്നെയാണ്. അത് പക്ഷേ അന്വേഷണം നടക്കുന്നു, അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു, കഴിയാവുന്ന വിധത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനാവുന്നത്. മോത്തി, മധു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കളക്ടറൊക്കെ ഇന്ന് പറഞ്ഞ വിശദീകരണം അത് പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ്, നമുക്കത് ഉൾക്കൊള്ളാനാവും. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ, തിരച്ചിൽ സംഘം, ഇവരൊക്കെ കുറച്ച് അതിവൈകാരികമായി ഈ സന്ദർഭത്തിൽ ഇടപെടുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അധികൃതർക്ക് ആ രീതിയിൽ ഒരു വിശദീകരണം കൊടുത്ത് വിശ്വസിപ്പിച്ചവരെ മാറ്റി നിർത്താമായിരുന്നു. പകരം ഒരു കാരണം പറയാതെ മുദ്രപത്രത്തിലടക്കം ഇതിൽ പങ്കെടുത്ത പങ്കാളികളായ എല്ലാവരുടെയും വിവരങ്ങൾ നൽകിയാൽ നിങ്ങളെ ഉൾപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യമൊക്കെ ദിശ മാറ്റുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം ചില കീഴുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് തികച്ചും വേദനാജനകം തന്നെയാണ്. അത് നമുക്ക് ഒറ്റനോട്ടത്തിൽ അതിവൈകാരികം എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. പക്ഷെ അതിനപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഡാറ്റ ശേഖരണമാണ്. ഓരോ ഘട്ടത്തിലേക്കും അവിടെ കടന്നെത്തുന്ന ആളുകൾ ആരൊക്കെ, നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പുറമെ പുറത്തുനിന്ന് എത്രയൊക്കെ ആളുകൾ ആരൊക്കെ കടന്നു വന്നു എന്ന് വ്യക്തമാക്കണം എന്നുള്ള വിധത്തിലാണ് അത് പരിശോധിക്കുന്നത്. അതിന് പക്ഷേ ഒരു രക്ഷാസേനയുടെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് തീർത്തും വൈകാരികമായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന വിധത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് എന്നുള്ള ഒരു ആ അന്വേഷണമാണ് നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് വരുന്നത്, മറ്റൊരു അപകട മേഖലയാണത്. ആ അപകട മേഖലയിലേക്ക് എത്രത്തോളം ആളുകളെ കടത്തിവിടാം എന്നതിലുള്ള ആശങ്കയുണ്ട്. അതിനൊക്കെ ആ വിധത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ആ വിധത്തിലുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. അത് പക്ഷേ മറ്റേതെങ്കിലും വൈകാരികമായി കാണുന്നതിൽ അർത്ഥമില്ല. ഈ SP ഇപ്പോൾ ഇവിടെയുണ്ട്. മോത്തി, ഓക്കെ, അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ല എന്ന് ഒറ്റനോട്ടത്തിൽ പറയുന്നു. പക്ഷെ അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഘട്ടത്തിൽ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നു എന്ന വിധത്തിൽ മാത്രമേ നമുക്ക് കാണാനാവുള്ളൂ. ഇപ്പോൾ ഏകോപന കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ നേരത്തെ ഒരു വിഭാഗത്തെ അകറ്റി നിർത്തുന്നു എന്നതിന് അപ്പുറത്ത് അതിൽ കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ എത്രത്തോളം ആരൊക്കെ എന്നുള്ള പരിശോധനയാണ് നടത്തിയത്. പക്ഷേ വൈകാരികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുൻ അവിടെയുണ്ട്. ഫോണിൽ അർജുനെ കിട്ടുന്നു എന്ന വിധത്തിൽ കാര്യങ്ങൾ വരുന്നു. ആ ഘട്ടത്തിൽ അർജുനായുള്ള അന്വേഷണം അത് തീർച്ചയായും കഴിഞ്ഞ ദിവസം അർജുന്റെ അമ്മ പറഞ്ഞത് തന്നെയാണ്. അർജുൻ എവിടെ, അർജുന്റെ ഒരു മിടിപ്പ് തേടിയുള്ള അന്വേഷണം ആ വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഔദ്യോഗിക സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണമാണ് നടത്തിയത് എന്ന് കാണേണ്ടി വരും. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെ രക്ഷാ സംവിധാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. കാരണം തീർച്ചയായും കേരളത്തിലായിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇത്തരം ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഫയർഫോഴ്സ് ആ മേഖലയിലെ മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കുമായിരുന്നു എന്നുള്ളതും പരിശോധനകൾ നടത്തുമായിരുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഈ മേഖലയ്ക്ക് അത്ര ജനസാന്ദ്രത, നമ്മുടെ അവിടെയുള്ള അത്ര ജനസാന്ദ്രതയുള്ള ഒരു മേഖലയല്ല. ആ മേഖലയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ അത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത്
തീർച്ചയായും പറയാനാവും കുറച്ചുകൂടി നന്നായി നടത്താനാകുമായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായും പറയാം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വലിയ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തെയാണ് മറികടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്ന വിധത്തിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കണ്ടെത്താനാകും? നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ ഒറ്റ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രത്തോളം കടന്ന് എത്താനാകും? ഈ 8-ാം ദിവസവും അർജുന് വേണ്ടി പോകുമ്പോൾ, അർജുനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ മിടിപ്പ് തേടിക്കൊണ്ടുള്ള അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനുഷ്യസാധ്യമായ വിധത്തിനപ്പുറത്ത് യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന വിധത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മോത്തി.